ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 22. ശ്രീ ഭഗവാനുവാച: പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിർവൃത്താനി കാംക്ഷതി. ശ്ലോകം 23. ഉദാസീന വദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോ വതിഷ്ഠതി നീഘതേ. ശ്ലോകം 24. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മസംസ്തുതിഃ. ശ്ലോകം 25. മാനാപമാനയോസ്തുല്യ സ്തുല്യോ മിത്രാരിപക്ഷയോഃ സർവാരംഭ പരിത്യാഗി ഗുണാതീതഃ സ ഉച്യതേ. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു: ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിൻ്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിൻ്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പ് ഉണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെയിരിക്കുന്നുവോ, പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്ക് അതീതനും ആയിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ, ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം. ഭാവാർത്ഥം: അർജുനന്റെ 3 ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ മറുപടി പറയുന്നു. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ഒരാളിൽ ഈർഷ്യയ്ക്ക് ഇടമില്ലെന്നും അയാൾക്ക് യാതൊന്നിലും തൃഷ്ണയുണ്ടാവില്ലെന്നുമാണ് കൃഷ്ണൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. ഭൗതിക ലോകത്തിൽ ശരീരസ്ഥനായിരിക്കെ ജീവസത്തയ്ക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ഗുണത്തിന് അധീനനായേ കഴിയൂ എന്നു ധരിക്കണം. ശരീരം ത്യജിച്ചാൽ ഈ പ്രകൃതി ഗുണങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തനാകാം. എന്നാൽ ശരീരസ്ഥനായ നിലയിൽ അയാൾക്ക് ഉദാസീനതയാണ് അനുയോജ്യം. തനിക്ക് ഭൗതിക ശരീരവുമായുള്ള താതാത്മ്യം ഓർമ്മയിലെത്താത്ത വിധം അയാൾ ഭക്തിയുത ഭഗവത് സേവനത്തിൽ മുഴുകണം. ശാരീരിക ബോധമുണ്ടായാൽ മനുഷ്യൻ ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ബോധത്തെ കൃഷ്ണനിലേക്കാക്കുമ്പോൾ വിഷയാസക്തി തനിയെ ഒഴിഞ്ഞു പോകും. ഭൗതിക ദേഹം ഒരനാവശ്യ വസ്തുവാണ്. ജീവന് ശരീരത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കേണ്ടതില്ല. ശരീരസ്ഥങ്ങളായ ഭൗതിക ഗുണങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ആത്മാവെന്ന നിലയിൽ ജീവൻ അവയിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നു. എങ്ങനെയാണ് അയാൾ ഒഴിഞ്ഞു നിൽക്കുന്നത്? അയാൾ ശരീരത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആകാംക്ഷയില്ല. ഇങ്ങനെയുള്ള അതീന്ദ്രിയാവസ്ഥയിൽ ഭക്തന് പൂർണ്ണ സ്വാതന്ത്ര്യം തനിയെ കൈവരുന്നു. ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാനുള്ള ശ്രമം അയാൾ ചെയ്യേണ്ടതില്ല. അതീന്ദ്രിയാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയിരിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ഭൗതിക മനസ്ഥിതിയുള്ള ഒരാൾക്ക് തൻ്റെ ശരീരത്തോട് മറ്റുള്ളവർ കാട്ടുന്ന നിന്ദയും ആദരവും ബാധകമാണ്. അതീന്ദ്രിയാവസ്ഥയിലെത്തിയ ആളെ അത്തരം മിഥ്യയായ മാന അപമാനങ്ങൾ സ്പർശിക്കുന്നേയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ സ്വന്തം കടമ നിർവഹിക്കുന്നു. മറ്റുള്ളവർ തന്നെ മാനിക്കുന്നുവോ നിന്ദിക്കുന്നുവോ എന്ന് ശ്രദ്ധിക്കാറില്ല. കൃഷ്ണാവബോധഭരിതമായ തൻ്റെ കർത്തവ്യത്തിനനുയോജ്യമായവയെ അയാൾ കൈക്കൊള്ളും. ഭൗതികമായ എന്തും, കൽക്കഷ്ണമാകട്ടെ കനകമാകട്ടെ, അയാൾ ആവശ്യപ്പെടുകയില്ല. തൻ്റെ കൃഷ്ണാവബോധപരമായ കൃത്യനിർവഹണത്തിന് സഹായിക്കുന്ന ഏതൊരാളെയും പ്രിയ സുഹൃത്തായി അയാൾ കരുതുന്നു. തന്നോട് ശത്രുത കരുതുന്നവനെ വെറുക്കുകയുമില്ല. സമചിത്തനാണ് അയാൾ.
ഭൗതിക അസ്തിത്വത്തോട് ബദ്ധനല്ല താനെന്നറിയുന്നതുകൊണ്ട് സമദർശിയുമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അയാളെ ബാധിക്കുകയില്ല. ക്ഷണികങ്ങളായ അസ്വാസ്ഥ്യങ്ങളെയും വിപ്ലവങ്ങളുടെയും സ്ഥിതി അയാൾക്കറിയാം. സ്വന്തം കാര്യത്തിനായി അയാൾ പ്രയത്നിക്കുന്നില്ല. കൃഷ്ണനു വേണ്ടിയുള്ള ഏതുദ്യമത്തിലും അയാൾ ഏർപ്പെടും. എന്നാൽ തനിക്ക് വേണ്ടിയുള്ള ഒരു ഉദ്യമത്തിലും ഏർപ്പെടുകയുമില്ല. ഇങ്ങനെ പെരുമാറുന്നവരത്രേ ശരിക്കും അതീന്ദ്രിയാവസ്ഥ പോകുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.